സ്വാമി ശരണം. എരുമേലിയിലെ കച്ചവട മേഖലയിലുള്ള ആൾക്കാരുടെയും നിഷ്പക്ഷ ജനസമൂഹത്തിന്റെയും വാക്കുകൾ വിശ്വസിക്കുകയാണ് എങ്കിൽ അയ്യപ്പ ഭക്തർ എരുമേലിയെ ഉപേക്ഷിച്ച് ശബരിമല തീർത്ഥാടനം തുടങ്ങി എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന വാർത്ത. മുൻ വർഷങ്ങളിൽ പ്രതിദിനം ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ എരുമേലി സന്ദർശിക്കുമായിരുന്നു. അവരുടെ പ്രധാന സന്ദർശന സ്ഥലം ബാവർ പള്ളി എന്ന നൈനാർ പള്ളിയായിരുന്നു. എല്ലാത്തിനെയും സമഭാവനയോടുകൂടി സ്വീകരിക്കുന്ന ഈ ഹൈന്ദവ വിഭാഗം ഇന്ന് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനും ഇരട്ടത്താക്കുകളെ മനസ്സിലാക്കുവാനും ശ്രമിച്ചതിന്റെ ഭാഗമായി സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ബാവർ സങ്കല്പം വെറും ഭാവനയാണ് എന്നും വാപുരസ്വാമിയാണ് യാഥാർത്ഥ്യമെന്നും എരുമേലി പള്ളിയും അയ്യപ്പസ്വാമിയുമായി യാതൊരു ബന്ധം ഇല്ല എന്നുമുള്ള കൃത്യമായ തെളിവുകൾ ചരിത്രരേഖകളെ ഉദ്ധരിച്ച് പുറത്തുവരികയും അത് ബഹുഭാഷയിൽ പ്രചരിക്കുകയും ചെയ്തതോടുകൂടി എരുമേലി സന്ദർശനം ഒരു വലിയ വിഭാഗം അയ്യപ്പ ഭക്തന്മാരും ഒഴിവാക്കി തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം പറയുന്നത്. നമുക്ക് ലഭ്യമായ അറിവുകൾ പ്രകാരം കോടികളും ലക്ഷങ്ങളും മുടക്കി എരുമേലിയിൽ പാർക്കിംഗ് സംവിധാനങ്ങൾ ലേലത്തിൽ പിടിച്ച വ്യക്തികൾ വാഹനങ്ങളുടെ കുറവ് കാരണം വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് അവർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതേ അവസ്ഥ തന്നെയാണ് ഹോട്ടലുകളിലും മറ്റു കടകളിലും ഉള്ളത് എന്നും അവിടുത്തെ കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ തുറന്നു പറയുന്നുണ്ട്. ശബരിമലയിലെ ബാവർ നടയുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അയ്യപ്പനെ ദർശിക്കാനെത്തുന്ന മഹാഭൂരിപക്ഷം അയ്യപ്പ ഭക്തരും മുൻ വർഷങ്ങളിൽ വരെ ബാവർ നട സന്ദർശിച്ച് കുരുമുളക് ഉൾപ്പെടെയുള്ള വസ്തുക്കളും പണവും ഒക്കെ കാണിക്കയായി അർപ്പിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ കാണുന്ന കാഴ്ച ഒഴിഞ്ഞ ചെമ്പുപാത്രങ്ങളും കാലിയായ കാണിക്ക വഞ്ചിയുമാണ്. മഹാഭൂരിപക്ഷം അയ്യപ്പ ഭക്തന്മാരും അവിടം സന്ദർശിക്കാതെ തിരികെ പോകുന്ന കാഴ്ച അവിടെ നിന്ന് വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. ശബരിമല തീവെപ്പ് കാലം വരെ ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ശബരിമലയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് അതെല്ലാം തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾക്ക് കിട്ടുന്ന വൻ തിരിച്ചടികളാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം.